കച്ചട ബോക്സിലോട്ട് ഇടത്തില്ല, നേരിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടത്തില്ല. I feel like I'm losing my mind. Is everybody in the world blind? ഹലോ B2 ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ നാളുകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ എന്നാ പറയുന്നത്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും കമൻസ് എഴുതുക. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, 48 ഡിഗ്രി ആ ഒരു ലെവലിലൊക്കെ ഇപ്പോൾ ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നിങ്ങളുടെ പുറത്തെ കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കച്ചട ഇടാനായിട്ട് പോകുന്നുണ്ട്. കുറച്ച് കച്ചട സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുറച്ച് കച്ചടയൊക്കെ ഉണ്ട്, ഞാൻ കവറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് കളയാനായിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ വെയിൽ കണ്ടോ. അയച്ചാൽ ഞാൻ പോയിട്ട് വരട്ടെ. ഇച്ചാനിവിടെ ഉണ്ട്, ഇച്ചാനിവിടെ ഉറങ്ങുമല്ല, മൊബൈലും കണ്ടുകൊണ്ട് കിടക്കുമോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ പോകട്ടെ, പുറത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂട് കേട്ടോ, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം കണ്ടോ, അങ്ങനെ 2 പേര് നടന്നു പോകുന്നുണ്ട്. ഭയങ്കര ചൂടാണ്, ചൂടത്ത് നടക്കാനൊന്നും പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂട്. നമ്മൾ കച്ചട കളയാൻ പോകേണ്ടതായിട്ട് അവിടെ ആയിട്ടാണേ. ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആള് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ഒരാളാണ് കേട്ടോ, നമ്മളെ അറിയാവുന്ന ആളാണ് വരുന്നേ. ഹലോ ഡ്യൂട്ടി കലാസ്. ഓക്കെ, ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടോ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഇവർ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലെ പഴയ സാധനങ്ങളും പന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ഇവർ ഇങ്ങനെ നേരിട്ട് കൊണ്ടുവന്ന് കച്ചട ബോക്സിൽ തള്ളത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ കച്ചട കൊണ്ട് കളയട്ടെ. അപ്പോൾ അവരിങ്ങനെ ഈ ബാക്കിൽ കിട്ടേക്കുന്ന പോലെ ഇങ്ങനെ നേരിട്ട് കൊണ്ടുവന്ന് കച്ചട ബോക്സിലോട്ട് ഇടത്തില്ല, നേരിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടത്തില്ല. എന്ന് വെച്ചാൽ നല്ല സാധനങ്ങളും ഉണ്ടാവും, കാരണം ഒട്ടും കേടാവാത്ത കുറച്ചൊക്കെ ചെറിയ കേടൊക്കെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാവങ്ങളൊക്കെ വന്ന് എടുത്തുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ മാറ്റി കച്ചട ബോക്സിൽ നിന്ന് കുറച്ച് മാറ്റിയാണ് വെക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു, കുറേ പില്ലോയും കുറേ നല്ല ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആളുകൾ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളാണ് ഇപ്പം ഈ ബാക്കിൽ ഇങ്ങനെ കിടക്കുന്നത്. അതിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ വണ്ടി വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകും. ഇത്രയും ഇവിടെ ആവത്തില്ലായിരുന്നു നേരത്തെ. അവിടെ ഒരു അങ്ങ് ദൂരെ ഉണ്ടോ, അങ്ങ് ബാക്കിൽ കണ്ടോ വലിയൊരു ടവർ കാണുന്നുണ്ടോ, ആ ടവറിൻ്റെ ഭാഗത്തായിട്ട് ഒരു കച്ചട ബോക്സ് ഉണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ കാണുന്നില്ല, എന്തോന്ന് കേടായി പോയോ. മഴയൊക്കെ പെയ്തപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു, ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു. മഴയത്ത് ഇങ്ങനെ പരന്നൊഴുകുമായിരുന്നു. ഒഴുകുന്നത് മാത്രമല്ല, ഒഴുക്കിനകത്തൂടെ പിന്നെ എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ ഒഴുകി വന്നു. ഗ്യാസ് കുറ്റി, പിന്നെ വാഷിംഗ് മെഷീൻ, ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്നൊന്നും അറിഞ്ഞുകൂടാ. നമുക്കൊന്നും ഇറങ്ങി പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെയൊക്കെ അരയൊപ്പം ഇത്ര വെള്ളം ഉണ്ടായിരുന്നു, ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. മതിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഇവിടെയൊക്കെ ഈ മഴ വന്നിങ്ങനെ കുഴിയായി പോയതാണ്. ആണോ, കുറേ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ഇങ്ങനെ നികത്തി എടുക്കുക. ഇവിടെ ഉണ്ട് ഇതുപോലെ കിടന്നയാണേ. ഇതേ കണ്ടോ, ഈ ഒരു തറ കണ്ടോ, ഈ തറ ലെവലിൽ കിടന്ന, ഈ ചെടിയുടെ തറ ലെവലിൽ കിടന്നതായിരുന്നു. പിന്നെ മഴ പെയ്ത ഇത്രയും കുഴിയായിപ്പോൾ ആ ഒരു ആഴത്തിലായിരുന്നു വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവരൊക്കെ കുറേശ്ശെ ശരിയാക്കി. നമ്മുടെ നാട്ടിലെ പോലെ കുറേ സമയമൊന്നും എടുക്കത്തില്ല ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നശിച്ചു പോയാലോ റോഡൊക്കെ കേടായാലോ ഒക്കെ ശരിയാക്കാനായിട്ട്. പെട്ടെന്ന് അവർ റെഡിയാക്കും. ഇന്നലെ വന്ന് ഫുള്ള് മണ്ണൊക്കെ ഇട്ട് നികത്തി, എന്നിട്ട് റോഡിൽ കിടന്ന മണ്ണ് ആളുകളെയും കൊണ്ട് തൂത്ത് 2 സൈഡിലോട്ട് ഇറക്കിയുണ്ട്. റോഡെന്ത് ക്ലീൻ ആക്കി നോക്കും. ഈ സൈഡിൽ കൂടെ എല്ലാം മണ്ണായിരുന്നു, അതൊക്കെ അവർ തൂത്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, കാറ്റടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഇനിയിപ്പോൾ വെയിലത്ത് നിൽക്കാൻ വയ്യ, നല്ല ചൂട്, എനിക്ക് ചൂടടിക്കുന്നു. ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ഞവരയില, ഒരു പച്ചമുളകുണ്ട്, അവിടെ 10 മണിച്ചെടിയുണ്ട്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞുകൂടാ, ഒരു മഞ്ഞപ്പൂ പിടിച്ചിരിക്കുന്നത്, അത് തന്നെ വന്നതാണ്. പിന്നെ ഞാനങ്ങ് വെള്ളം ഒഴിച്ച് റെഡിയാക്കി ഇങ്ങനെ എടുത്ത്. ഇത്രയും ഒരു പച്ചപ്പേ ഉള്ളൂ ഞങ്ങൾക്ക് വീടിനകത്ത് കാണാനായിട്ട്. പിന്നെയല്ല ഇങ്ങനത്തെ അറിയാം. പിന്നെ വേണ്ട ഞങ്ങളുടെ വീടിനകം ഭയങ്കര ചൂട് വായിച്ചാ കയറാൻ പറ്റുന്നില്ല. അയ്യോ എന്തൊരു സുഖം. ടീച്ചർ ഇവിടെ കിടന്നോ, സുഖമായിട്ട് കിടക്കുവാന്നു. കച്ചറ കൊണ്ട് കളയാൻ പറ്റും. അവിടെ കുറെ സോഫയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, കേടായതല്ല, നാളെ എടുത്തോണ്ട് പോവായിരിക്കും. അങ്ങനെ വീടിനകത്ത് എത്തി. നല്ല ചൂട്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല.
നമ്മുടെ എ സിയും കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ലീക്കായിട്ട് ഇങ്ങനെ താഴോട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഐസ് പിടിക്കുന്ന അതിനകത്ത്. നമ്മുടെ വിൻഡോ എ സി ആണ്, മറ്റേ എ സി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ദിവസം ഒരാളെ വിളിച്ച് ശരിയാക്കാൻ പറ്റത്തില്ല. വെള്ളിയാഴ്ച ദിവസമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇന്നൊരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരത്തേക്ക് വന്ന് ശരിയാക്കും. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റൂ. അതെന്ന് വെച്ചാൽ ഇത് ഇളക്കിക്കൊണ്ട് പോകുമ്പം ഈ ഭിത്തിയുടെ വശം ഉണ്ടല്ലോ, ബാക്കിൽ കാണുന്നുണ്ടോ, ഈ ഭിത്തിയുടെ വശം ഇത്രയും ഹോളായിട്ട് കിടക്കും. അപ്പം നമ്മൾ വീട്ടിലില്ലെങ്കിൽ പാടാ അത് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനും ഒരു മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ള ദിവസം ശരിയാക്കാൻ ഇന്നൊരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചോറൊക്കെ ആക്കാൻ അരിയെടുപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് സാമ്പാർ വയ്ക്കുക. സാമ്പാർ കഷ്ണമെല്ലാം അരിഞ്ഞു വെച്ചു, ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ.